സ്പോട്ട് ലൈവ് തുടരുകയാണ്. ഇനി മറ്റു ചില കാര്യങ്ങളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ഗുണ്ടാ നേതാവ് ആഷ്ലിൻ മെൽബൻ കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നു. കൊച്ചി മരടിലാണ് VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു മാസം മുമ്പ് ഇവിടെ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ ഓഫീസ് പോലീസ് എത്തി പൂട്ടിച്ചിരുന്നു. ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ അഷ്ലിൻ ബെൽമൻ ഇപ്പോൾ ഒളിവിലാണ്. പെരുമ്പാവൂർ അനസിൻ്റെ കൂട്ടാളിയായ അഷ്ലിൻ തട്ടിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ രീതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടതും News 18 ആയിരുന്നു. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരും. ടോം, ഈ ഗുണ്ടകളുടെ ഒരു പ്രവർത്തന രീതിയെപ്പറ്റി ഒട്ടനവധി വാർത്തകൾ ടോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഗുണ്ടകൾ ആവേശം മോഡലിൽ അവർ യോഗം ചേരുന്നു, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു, അതൊക്കെ അവർക്ക് വലിയ കൗതുകമാകുന്നു, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. അങ്ങനെ അവർ വളരെ നിർബാധം ഇങ്ങനെ സമൂഹത്തിൽ തഴച്ചു വളരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഗുണ്ടാ നേതാവ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വീണ്ടും തുറന്നിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും മനു, ഈ ഗുണ്ടാ നേതാവ് ആഷ്ലിൻ ബെൽമൻ ഒരു മാസം മുൻപാണ് കൊച്ചി മരടില് ഒരു ഓഫീസ് തുറന്നത്. അതായത് VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു സിനിമാ കമ്പനി എന്ന രീതിയിലാണ് ഇയാളുടെ ഓഫീസിന് തുടക്കം കുറിക്കുന്നത്. അന്ന് ഒരു മാസം മുൻപ് രാവിലെ ഒരു 10 മണിയോട് കൂടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിക്കുന്നു. ഈ ഗുണ്ടാ മീറ്റപ്പിനെ കുറിച്ചുള്ള വാർത്ത News 18 പുറത്തുവിട്ടതിന് പിന്നാലെ അന്ന് പോലീസിന്റെ റെയ്ഡ് നടക്കുന്നു. പോലീസ് ആ റെയ്ഡിൽ ആഷ്ലിൻ ബെൽമൻ ഉൾപ്പെടെ ആഷ്ലിൻ ബെൽമന്റെ കൂട്ടാളികളെ പിടികൂടി. അങ്ങനെ ഏകദേശം ഈ ഗുണ്ടാ പട്ടികയിലുള്ള 10ലധികം പേരെ മരട് പോലീസ് അന്ന് പിടികൂടിയതാണ്. ആഷ്ലിൻ ബെൽമന്റെ ഒരു ആഡംബര കാറ്, തോക്ക് ഉൾപ്പെടെ അവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തിരുന്നു. പക്ഷേ പോലീസ് റെയ്ഡ് നടത്തുന്നതറിഞ്ഞ് ആഷ്ലിൻ ബെൽമൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു, അതായത് ഒളിവിൽ പോയിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് ഇപ്പോഴും ആഷ്ലിൻ ബെൽമനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ആയുധം കൈവശം വയ്ക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ട് പോലും ഇയാൾ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടെ ഇയാൾ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ നേരിട്ട് വരും ദിവസങ്ങളിൽ തന്നെ കോടതിയിൽ നേരിട്ട് ആഷ്ലിൻ ബെൽമൻ ഹാജരാകുമെന്നാണ് മനസ്സിലായ വിവരം. അതിന് പിന്നാലെയാണ് ആഷ്ലിൻ ബെൽമന്റെ ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മരടിൽ അതേ സ്ഥലത്ത് തന്നെ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിലാണ് ഈ പുതിയ ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. സിനിമാ കമ്പനി എന്ന പേരിലാണ്. നേരത്തെ നമ്മൾ ഈ ആഷ്ലിൻ ബെൽമന്റെ തട്ടിപ്പ് രീതിയെക്കുറിച്ചും ഗുണ്ടാ പ്രവർത്തന രീതിയെക്കുറിച്ചുമുള്ള തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് ആഷ്ലിൻ ബെൽമന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും 3.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇയാൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള ഈ സാമൂഹ്യ വിരുദ്ധർക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. അതോടൊപ്പം അവർ ഈ തോക്ക് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇവർ സിനിമ സ്റ്റൈൽ ജീവിതം, ചലച്ചിത്രത്തെയൊക്കെ വല്ലുന്ന തരത്തിൽ അങ്ങനെ ജീവിക്കുന്നു. അവരുടെ ഓഫീസ് ഇപ്പോൾ കാണുമ്പോൾ അതും ഒരു സിനിമ സ്റ്റൈൽ രീതിയാണ്. മൊത്തത്തിൽ ഈ ചലച്ചിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അടർത്തിയെടുത്തത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഗുണ്ടകൾ വല്ലാതെ ശ്രദ്ധ ചെലുത്തുന്നു എന്നൊക്കെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും മനു, കാരണം മനു സൂചിപ്പിച്ച പോലെ ഒരു സിനിമ സ്റ്റൈലിനെ അല്ലെങ്കിൽ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതികളാണ് ഇവരുടേത്. അങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ ആവേശം മോഡൽ സിനിമയ്ക്ക് ശേഷം പല ഗുണ്ടകളും ഇതുപോലുള്ള റീൽസുകൾ ഇറക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഈ ആഷ്ലിൻ ബെൽമന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലുള്ള പല റീൽസുകളും. അതായത് വലിയ കോടികളുടെ തുക, ഈ നോട്ടുകൾ എണ്ണുന്ന റീൽസുകള്, അതുപോലെ ഈ ഫഹദ് ഫാസിൽ ഈ ആവേശം എന്ന സിനിമയിൽ ധരിച്ചിരിക്കുന്ന പോലുള്ള ആഭരണങ്ങള്. ഈ പോലീസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ്, ഒരു മാസം മുൻപ് കൊച്ചിയിൽ അന്ന് റെയ്ഡ് നടത്തിയപ്പോൾ ആഷ്ലിൻ ബെൽമന്റെ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത ആ സ്വർണം അത് മുക്കുമണ്ഡമാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആഷ്ലിൻ ബെൽമൻ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ മുക്കുമണ്ഡമാണോ എന്ന് പോലും സംശയമുണ്ട്. ഇയാൾ ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിനിലും എല്ലാം സ്വയം അവകാശപ്പെടുന്നത് 899 ബില്യൺ ദിർഹം ആസ്തിയുണ്ട്. ഏകദേശം 200ലധികം സ്ഥാപനങ്ങളുടെ മേധാവിയാണ്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ പല പദവികളും അലങ്കരിക്കുന്ന വ്യക്തിയാണ് താനെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മളെന്ന വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെ ആഷ്ലിൻ ബെൽമന്റെ അടുപ്പമുള്ള ചില വ്യക്തികൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകനടക്കം വിളിച്ചിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു സെലിബ്രിറ്റി ആകാനുള്ള ആഗ്രഹം കാരണം ആഷ്ലിൻ ബെൽമൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് അഭിഭാഷകന്റെ ആ പ്രതികരണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊന്ന് കേൾക്കാം. ഈ ഗുണ്ടാ തലവനെ സംബന്ധിച്ച് അഭിഭാഷകൻ എന്താണ് പറയാനുള്ളതെന്ന് പരിശോധിക്കാം. ഇത് 2 മാസമായി VIP പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്
ഇന്നാണ് ഓപ്പണിങ്. ഓഫീസ് ഓപ്പൺ ചെയ്ത് ഇന്നാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ എന്തെങ്കിലും ഇത് അടഞ്ഞു പോകാറുണ്ടോ? അടഞ്ഞു പോകല്ലായിരുന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞ മാസം 17-ാം തീയതി ആയിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അടഞ്ഞു കിടക്കുകയാണ്. ചില പ്രോബ്ലംസ് കാരണം അടഞ്ഞു കിടക്കുന്നത്. ഇന്നോട്ട് റീ ഓപ്പണിംഗ് ആണ്. സിനിമ മേഖലയിലുള്ള പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് VIP പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫണ്ടിങ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, അതിനുള്ള ഫിനാൻസിങ്, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ചെയർമാൻ ആഷ്ലിൻ ബെൽമനാണ്. ഡോക്ടർ ആഷ്ലിൻ ബെൽമനാണ് ഇതിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഇപ്പോൾ നിലവിൽ സ്ഥലത്തില്ല. ടോം, ഈ അഭിഭാഷകൻ പറയുന്നത് ഇദ്ദേഹം ഡോക്ടർ ആഷ്മിൻ ബെൽമൻ ആണെന്നാണ്. ഇദ്ദേഹം ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്? അതോ ഇനി MBBS പാസ്സായ ഡോക്ടറാണെന്നാണോ അവകാശപ്പെടുന്നത്? ഈ തട്ടിപ്പ് സംഘങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരാണ്. ഇവർക്ക് യാതൊരു മനുഷ്യത്വവും ഇല്ല എന്ന് ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇടപെടൽ നടത്തുന്നു. അതൊക്കെ ഇയാളുടെയും ഒരു സ്ഥിരം രീതി തന്നെ അല്ലേ? തീർച്ചയായും ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്നാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. പക്ഷേ ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള വ്യക്തി. ഈ അടുത്തിടെ ഏറ്റവും കേരളത്തിലെ മികച്ച സംരംഭകനുള്ള ഒരു ആസാദി പുരസ്കാരം, അന്ന് പല മാധ്യമ പ്രവർത്തകർക്കും ആ പുരസ്കാരം ലഭിച്ചതാണ്. അന്ന് ഈ ആസാദി പുരസ്കാരം കേരളത്തിലെ മികച്ച സംരംഭകനുള്ള, ബിസിനസ് സംരംഭകനുള്ള ആസാദി പുരസ്കാരം ലഭ്യമായതും ഈ ആഷ്ലിൻ ബെൽമനാണ്. അങ്ങനെ ഏത് രീതിയിലും ഇവർ പ്രശസ്തിയിലെത്താൻ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കൂടുതൽ ഫോളോവേഴ്സ് നേടാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ വക്കീലിനെയും അതല്ലെങ്കിൽ ഈ എനിക്ക് തോന്നുന്നു ഈ പെരുമ്പാവൂർ അനസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മളന്ന് അതിന്റെ വാർത്ത പുറത്തുവിട്ടതാണ്. പെരുമ്പാവൂർ അനസും ആഷ്ലിൻ ബെൽമനും ചേർന്ന് ദുബായിൽ VIP ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ഓഫീസിന് തുടക്കമിട്ടു. അന്ന് ശ്വേത മേനോൻ ഉൾപ്പെടെ, വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ അന്ന് അവരുടെ ഓഫീസിന്റെ ലോഞ്ചിങ്ങിൽ അന്ന് പങ്കെടുത്താണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതിന് ശേഷമാണ് പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള പരമ്പര നമ്മൾ ചെയ്തു. അന്ന് ഈ പെരുമ്പാവൂർ അനസ് ദുബായിൽ നിന്ന് നാട് വിട്ടിരുന്നു. അതിനുശേഷമാണ് ഈ പെരുമ്പാവൂർ അനസും ആഷ്ലിൻ ബെൽമൻ തമ്മിലുള്ള ബന്ധമൊക്കെ അറിഞ്ഞത്. ഈ പെരുമ്പാവൂർ അനസിനെ പോലും ഇയാൾ കബളിപ്പിക്കുകയാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ഇയാൾ ഒരു തമിഴ്നാട്, കേരളം ബേസ് ചെയ്ത് വലിയ ഗുഡാ നെറ്റ് സംവിധാനമുള്ള വലിയ നെറ്റ്വർക്ക്, ഒരു സാമ്രാജ്യം തന്നെയുള്ള വ്യക്തി എന്ന ആണ് സ്വയം പറയുന്നത്. അങ്ങനെ ഈ കേരളത്തിലും അതായത് കൊച്ചിയിൽ ഗുണ്ടകളുടെ ഒരു താവളമാണ്. നമുക്കറിയാം കൊച്ചി അധോലോകം എന്ന ആ കൊച്ചി അധോലോകത്ത് ഒരു തന്റേതായ ഒരു സ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടിയാണോ ആഷ്ലിൻ ബെൽമന്റെ ഈ വരവ് എന്ന് പോലും സംശയിക്കേണ്ടതാണ്. ഇയാൾക്ക് ഈ കൊച്ചിയിലെ പല ഗുണ്ടകളുമായി ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുപോലും പോലീസ് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തകള്, ഈ ആഷ്ലിൻ ബെൽമന്റെ തട്ടിപ്പ് രീതി, ഇയാളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ അവകാശപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടും മരട് പോലീസിന്റെ ഭാഗത്ത് ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പ്, അതായത് കഴിഞ്ഞ ബുള്ളറ്റിന്റെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മരട് പോലീസ് ഈ ഓഫീസിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം. ഓഫീസിലെത്തി അഭിഭാഷകനുമായി സംസാരിച്ചു. അവിടെ നിന്ന് കാര്യവിവരങ്ങളൊക്കെ തേടി. പിന്നെ അതിനുശേഷം പോലീസ് അവിടെ നിന്ന് മടങ്ങി. നമ്മൾ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസും പറഞ്ഞ കാര്യം, മരട് പോലീസ് പറഞ്ഞ കാര്യം, ആഷ്ലിൻ ബെൽമനെതിരെ അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല. പക്ഷേ കളിയിക്കാവളിയാണ്, ഇയാളുടെ സ്വദേശം കളിയിക്കാവളിയാണ്. തമിഴ്നാട്ടിലാണ് കൂടുതലും നിയമവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു പദവി പോലും ഈ മനുഷ്യാവകാശ കമ്മീഷനിലില്ല. അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് മനോ. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ആളാണ് ഈ ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ്, ബിരുദമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ രംഗത്തിറങ്ങുന്നത് എന്നത് വളരെ അധികം കൗതുകം തോന്നുന്നു. ഈ മനുഷ്യാവകാശ പ്രവർത്തകനാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും യാതൊരുവിധ മാനവികതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തവർക്ക് ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നുവെന്ന സംശയമാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള നൈപുണ്യവുമില്ലാത്ത ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കുന്നു എന്നത് എങ്ങനെയെന്നൊക്കെ പോലീസിന് ഒരുപക്ഷെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനി മറ്റ് ഒരു വാർത്തയിലേക്ക്